വർഷങ്ങളായി മലയാള സിനിമയുടെ ഭാഗമാണ് നടൻ ഇന്ദ്രൻസ്. വസ്ത്രാലങ്കാരത്തിലൂടെയാണ് ഇന്ദ്രൻസ് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നതെങ്കിലും ഹാസ്യതാരമായി അഭിനയിക്കാൻ തുടങ്ങിയ ശേഷമാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയത്. കരിയറിന്റെ വലിയൊരു ഭാഗം കോമഡി വേഷങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഇന്ദ്രൻസ് ഇന്ന് വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ്. ചൂതാട്ടം എന്ന സിനിമയിലൂടെയാണ് ഇന്ദ്രൻസ് സിനിമയിൽ അഭിനേതാവായി എത്തുന്നത്. പണ്ട് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിരുന്ന നടൻ പിന്നീട് എങ്ങനെ വിവാഹിതനായി എന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. ശാന്തകുമാരിയാണ് ഇന്ദ്രൻസിന്റെ ഭാര്യ. ഇവർക്ക് 2 മക്കളാണുള്ളത്. മഹിത എന്നാണ് മകളുടെ പേര്, മഹേന്ദ്രൻ എന്ന മകന്റെയും. ഇന്ദ്രൻസിന്റെ വിവാഹ ജീവിതം ഇപ്പോഴിതാ ഫെബ്രുവരിയിൽ 40 വർഷം പിന്നിട്ടിരുന്നു. സിനിമാ ജീവിതം പോലെ ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിച്ചതാണ് ഇന്ദ്രൻസിന്റെ വ്യക്തി ജീവിതത്തിലും. ഒരു സമയത്ത് കല്യാണം വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഇന്ദ്രൻസ്. അതിനൊരു കാരണവുമുണ്ട്. മെലിഞ്ഞ ശരീരം കാരണം ഒരുപാട് പരിഹാസങ്ങൾ ആ സമയത്ത് ഇന്ദ്രൻസ് കേട്ടിരുന്നു. നിനക്ക് താലിമാല പൊക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്നൊക്കെ ഇന്ദ്രൻസിന് കേൾക്കേണ്ടി വന്നിരുന്നു. തന്നെ കണ്ടാൽ പെണ്ണിന് ഇഷ്ടമാവുമോ എന്ന സംശയമായിരുന്നു ഇന്ദ്രൻസിന്. അഭിനയമൊക്കെയായി ഇങ്ങനെയങ്ങ് പോകാം, കല്യാണം വേണ്ട എന്ന നിലപാടിലായിരുന്നു. പക്ഷേ അമ്മ ഗോമതി സമ്മതിച്ചില്ല. അമ്മയുടെ നിർബന്ധം കാരണം എല്ലാ ഞായറാഴ്ചയും പെണ്ണ് കാണാൻ പോകും. കൂടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാതെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ പെണ്ണ് കാണാൻ പോയപ്പോൾ ചെക്കൻ മാറിപ്പോയ അനുഭവമുണ്ട്. പെണ്ണിനെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പെണ്ണിറങ്ങി വന്നു. എന്നാൽ പയ്യനാണെന്ന് തെറ്റിദ്ധരിച്ച് ബ്രോക്കറുടെ അടുത്തേക്കായിരുന്നു പെണ്ണ് പോയത്. നാണത്തോടെ അവൾ ബ്രോക്കർക്ക് ചായ നീട്ടി. ഇതോടെ ഈ പണിക്ക് ഞാനില്ലെന്ന് പറഞ്ഞിറങ്ങി പോരുകയായിരുന്നു. പക്ഷെ ഗോമതിയമ്മ വിട്ടില്ല. അങ്ങനെയാണ് ശാന്തകുമാരിയെ പെണ്ണ് കാണാൻ പോകുന്നത്. ശാന്തയെ പെണ്ണ് കാണാൻ പോയ ദിവസം അവൾ എന്നെ നേരാവണ്ണം കണ്ടിട്ടില്ല. പിന്നീടാണ് കണ്ടത്. പെണ്ണു വന്നു പോയതോടെ പെണ്ണിന്റെ അച്ഛൻ ബ്രോക്കറെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഇതും നടക്കില്ല എന്ന് ഓർത്തിരുന്നതാണ്. പക്ഷേ അവസാനം അതുതന്നെ നടന്നു. എന്നാൽ ശാന്തകുമാരിക്ക് എന്നെ ആദ്യം ഇഷ്ടമായിരുന്നില്ല. ശാന്തകുമാരിയുടെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു പോലും സിനിമാക്കാർക്ക് മദ്രാസിൽ വേറെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ തനിക്കിഷ്ടമല്ല എന്ന് അമ്മയോട് പറഞ്ഞെന്നും പിന്നീട് അച്ഛന്റെ നിർബന്ധത്തിലാണ് കല്യാണം ഉറപ്പിച്ചത്. അങ്ങനെയാണ് ശാന്തകുമാരി ഇന്ദ്രൻസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സുരേന്ദ്രൻ എന്നായിരുന്നു ഇന്ദ്രൻസിന്റെ ആദ്യത്തെ പേര്. പത്മരാജന്റെ ചിത്രത്തിലൂടെയാണ് സുരേന്ദ്രൻ എന്ന അയാൾ ഇന്ദ്രൻസ് ആകുന്നത്. അപരൻ എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഇന്ദ്രൻസ് എന്ന് പേരെഴുതി വരുന്നത്. ഒരു മുഴുനീള നടൻ എന്ന നിലയിലേക്ക് വളർന്നത് രാജസേനൻ സംവിധാനം ചെയ്ത CID ഉണ്ണികൃഷ്ണൻ BA B.Ed എന്ന സിനിമയിലൂടെയാണ്. പിന്നീട് മേലെപ്പറമ്പിൽ ആൺവീട്, ആദ്യത്തെ കൺമണി, പട്ടാഭിഷേകം തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര സിനിമകളിൽ അഭിനയിച്ചു. കോമഡി വേഷങ്ങളിൽ നിന്ന് മാറിയപ്പോഴും പ്രേക്ഷകരെ ഞെട്ടിച്ചു ഇന്ദ്രൻസ്. ആളൊരുക്കം സിനിമയിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം, അപ്പോത്തിക്കിരി സിനിമയിലൂടെ പ്രത്യേക പരാമർശം, ഹോം സിനിമയിലൂടെ ദേശീയ പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശം എന്നിവ നേടി മലയാളികളുടെ അഭിമാനമായി മാറി ഇന്ദ്രൻസ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.